കാർഷിക വാർത്തകൾ. കേരളത്തിൽ തെങ്ങു കൃഷിക്ക് വീണ്ടും സുവർണകാലം. തേങ്ങ, കൊപ്ര, വെളിച്ചെണ്ണ എന്നിവയ്ക്കൊപ്പം ചിരട്ടയ്ക്കും റെക്കോർഡ് വില ലഭിച്ചതോടെ കൂടുതൽ കർഷകർ തെങ്ങിൻ തൈകൾ വാങ്ങി കൃഷിയിലേക്ക് തിരിയുകയാണ്. കേരളത്തിൽ തെങ്ങുകൃഷിയിലേക്ക് കർഷകരുടെ തിരിച്ചുവരവ് ശക്തമാകുന്നു. തേങ്ങ, കൊപ്ര, വെളിച്ചെണ്ണ എന്നിവയ്ക്ക് മികച്ച വില തുടരുന്നതിനൊപ്പം ഒരു കാലത്ത് ഉപേക്ഷിച്ചിരുന്ന ചിരട്ടയ്ക്ക് പോലും കിലോയ്ക്ക് 30 മുതൽ 32 രൂപ വരെ ലഭിക്കുന്നതാണ് കർഷകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. ഇതോടെ സംസ്ഥാനത്തെ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകളുടെ ആവശ്യകത കുത്തനെ ഉയർന്നു. ഈ വർഷം മാത്രം 48,500-ലധികം തൈകൾക്കാണ് ആവശ്യമുയർന്നത്. ഇതിൽ 17,648 തൈകൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. പാലക്കാട്, എരുത്തേമ്പതി ഉൾപ്പെടെയുള്ള സർക്കാർ ഫാമുകളിൽ നിന്നും കൂടുതൽ തൈകൾ എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. മികച്ച ഉൽപാദനക്ഷമതയുള്ള കുറ്റ്യാടി, DXD, ശ്രീലങ്കൻ ഹൈബ്രിഡ് ഇനങ്ങൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ. സ്വകാര്യ നഴ്സറികളിലും വിൽപ്പന വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം കൃഷിവകുപ്പിന്റെ കേരഗ്രാമം പദ്ധതി കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതും സംസ്ഥാനത്ത് തെങ്ങ് കൃഷിക്ക് കൂടുതൽ ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓണാഘോഷം വർണ്ണാഭമാക്കാനും സദ്യ സുരക്ഷിതമാക്കാനും കൃഷിവകുപ്പിന്റെ പ്രത്യേക പദ്ധതി. സുരക്ഷിതമായ പച്ചക്കറിക്കും പൂക്കൾക്കും പ്രോത്സാഹനവുമായി കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതി സംസ്ഥാനത്ത് സജീവമാവുകയാണ്. ഓണത്തിനാവശ്യമായ പച്ചക്കറികൾക്കൊപ്പം പൂക്കളും സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി. ഇത്തവണ ആദ്യമായി പൂക്കൃഷിക്കും പദ്ധതിയിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഓണപ്പൂക്കളത്തിനായി ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ചെണ്ടുമല്ലിയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഓണസമയത്ത് മിതമായ നിരക്കിൽ പൂക്കൾ ലഭ്യമാക്കുകയും വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. 35 ഹെക്ടറിൽ പൂക്കൃഷി നടത്തുന്നതിനായി 3 ലക്ഷം ചെണ്ടുമല്ലി തൈകൾ കർഷകർക്ക് നേരത്തെ വിതരണം ചെയ്തു. കഴിഞ്ഞ മാസം തന്നെ വിത്ത് വിതരണവും പൂർത്തിയായി. പച്ചക്കറി വിത്തുകളുടെ നടിയിലും സംസ്ഥാനത്താകെ പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾ, വനിതാ കൂട്ടായ്മകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 81 കൃഷിഭവനുകൾ വഴി 5 ലക്ഷം പച്ചക്കറി തൈകളും 50,000 വിത്തു പാക്കറ്റുകളും 5,000 ഹൈബ്രിഡ് വിത്തുകളും സൗജന്യമായി വിതരണം ചെയ്തു. വെണ്ട, പച്ചമുളക്, തക്കാളി, പയർ, ചീര, പടവലം, കയ്പ, മത്തൻ, വഴുതന തുടങ്ങിയ വിളകളാണ് വിത്തു പാക്കറ്റിലുള്ളത്. ഓണച്ചന്തകൾ വഴിയാകും പച്ചക്കറികളുടെയും പൂക്കളുടെയും വിപണനം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ വളം സബ്സിഡി സംവിധാനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നു. നിലവിലെ സംവിധാനം പരിഷ്കരിക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. രാജ്യത്ത് രാസവളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ സർക്കാർ ശ്രമങ്ങൾ തുടരുമ്പോഴും നിലവിലെ വളം സബ്സിഡി നയം അതിന് തടസ്സമാകുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സബ്സിഡി കാരണം യൂറിയ ഉൾപ്പെടെയുള്ള വളങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതിനാൽ കർഷകർ കൂടുതൽ ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതോടെ മണ്ണിന്റെ ആരോഗ്യവും പോഷക സന്തുലിതാവസ്ഥയും പ്രതികൂലമായി ബാധിക്കപ്പെടുന്നതായാണ് വിലയിരുത്തൽ. അതിനാൽ വളം സബ്സിഡി സംവിധാനത്തിൽ പരിഷ്കരണം കൊണ്ടുവന്ന് സമതുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിര കൃഷിക്ക് കൂടുതൽ പിന്തുണ നൽകുകയും വേണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.